രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അങ്ങനെയുള്ള ആ കുടുംബത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളൊരു മണ്ഡലമാണല്ലോ ഈ പാർലമെൻറ്റ് മണ്ഡലം. അതുകൊണ്ട് അവരെല്ലാം ഇടപെട്ട് അവമാനം ഒഴിവാക്കാൻ വേണ്ടി തിരക്കിട്ട് കുറച്ച് സ്ഥലമെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഞാനറിയുന്നത് പഞ്ചായത്തിൽ പോലും ഇതുവരെ നിർമ്മാണത്തിന് അപേക്ഷ കൊടുത്തിട്ടില്ല. ശ്രീ വി ഡി സതീശൻ ഈ വീട് മുഴുവൻ നിർമ്മിച്ചു കഴിഞ്ഞു പത്രസമ്മേളനത്തിലൂടെ. പക്ഷേ നിർമ്മാണ പ്രവർത്തനം നടക്കണമെങ്കിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒക്കെ അപേക്ഷ കൊടുക്കണം. നടപടിക്രമങ്ങളുണ്ട് പലതും. യൂത്ത് കോൺഗ്രസും ഇത്തരത്തിലിവിടെ പ്രവർത്തിച്ചാൽ അത് അവർക്ക് മാത്രമല്ല കേരളത്തിന് അവമാനകരമാണത്. DYFIയുടെ പ്രവർത്തകർ പാഴ്വസ്തുക്കൾ പെറുക്കിയാണ് 20 കോടി രൂപ സമാഹരിച്ചത്. ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആത്മാഭിമാനം ഉണ്ടാവണം. ഈ നാട് നിർമ്മിച്ചു തന്ന വീടാണ് എന്ന ബോധമേ പാടുള്ളൂ. ദുരിതാശ്വാസ നിർമ്മാണ പ്രവർത്തനത്തിൽ ഇപ്പോൾ ഒരു കേരള മോഡൽ ഉണ്ടായിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ടൗൺഷിപ്പ്. ഡിസാസ്റ്റർ റെസിസ്റ്റന്റ് കൺസ്ട്രക്ഷനാണ്. ഇനിയൊരു ഉരുൾപൊട്ടലുണ്ടായാൽ ഈ നിർമ്മിതിക്ക് ഒരു പരിക്ക് വയ്ക്കില്ല. അങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.